ഹലോ ഗായ്സ്, അപ്പോൾ എവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നോമ്പട്ടായില്ലേ. നോമ്പൊക്കെ അടിച്ച് മിനി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് നമ്മളെ കാവനൂരുള്ള സാമൂഹ്യ പറഞ്ഞ സ്റ്റുഡിയോ ഇങ്ങനെ ഇറങ്ങാണ്, പോകാൻ വേണ്ടി വെക്കാണ്. അപ്പോൾ ഒന്നുമില്ല, ഒരു പാട്ടൊക്കെ പാടി പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് ആൻഡ് സ്റ്റോറീസിൽ അവിടുന്ന് ഒരു പാട്ടൊക്കെ പാടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ സോങ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മദർ സോങ് പാടിയല്ലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നവാസ് വിളിച്ചിട്ട് ഇന്നത്തെ ചങ്ങായി വിളിച്ചിന് നമ്മൾ പോയൊക്കെ ഇല്ലാറുണ്ട്. അപ്പോൾ പോയോക്കാം. പിന്നെ ഇന്ന് നേരത്തെ പോരണം, അതായത് ഉമ്മാൻ്റെ കുട്ടിയിൽ തുറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇൻഷാ അള്ളാ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോന്നിട്ട് തുറക്ക് പോകണം. അപ്പം അമ്മായിൻ്റെ ആണ്ടും പ്ലസ് തുറ കാര്യങ്ങളുമാണ്. അപ്പം 5 മണിയാകുമ്പോഴത്തേന് സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് കൂടണം ഇൻഷാ അള്ളാ. അപ്പം ഇപ്പം നമ്മൾ പോണത് സാമൂഡിയ ലാബ്, കാവന്തൂരുള്ള സാമൂഡിയ ലാബ് സ്റ്റുഡിയോക്കാണ്. അവിടെ പോയി കുറച്ച് നേരം പാട്ടൊക്കെ പാടി ഇന്നൊരു മദർ സോങ് പാടിയാലോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീട്ടിലാണുള്ളത്, പിന്നെ അവിടെ പോയി നോക്കാം. ഓക്കെ. അപ്പം നമ്മളെ വണ്ടിയുണ്ട് ഇവിടെ, ജൂപ്പിറ്റർ ഉണ്ട്. അപ്പോൾ പോയിട്ട് അത്യാവശ്യൽസ് കാണാം. ഓക്കെ. നമ്മൾ നേരെ ലൂക്കൻ്റെ വീട്ടിലേക്കാണ് പോണത്. ലൂക്കൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ എടുത്തിട്ട് അങ്ങനെ പോകണം. ഓക്കെ. ലൂക്കൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനും കൂട്ടി ഇനിയിപ്പം ടീമത്തെ ഉനൈസ് ഉണ്ട്, അവനോട് ഇങ്ങോട്ട് വരാൻ മതിയാവും. അവനോട് കൂട്ടിയിട്ട് വേണം സ്റ്റുഡിയോ ഒക്കെ പോകാൻ. അപ്പം നമ്മൾ ലൂക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നവാസേ, നവാസോ, ചങ്ങായിയുടെ പോയി എടുക്കണാവും. വന്നിട്ട് അപ്പോൾ നമ്മൾ ലൂക്കൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മളിന്ന് ഇന്നലത്തെ വായന ഗണേശിൻ്റെ സ്റ്റുഡിയോയിൽ പോവാണ്. അപ്പോൾ ഇന്നൊരു നോമ്പിൻ്റെ അനുസ്പദമായ ഒരു മദർ സോങ് പാടണമെന്നുണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട്. ഇജ്ജ് റെക്കോർഡ് ചെയ്യേണ്ടെന്ന്? ഇല്ല. അതെ, റെക്കോർഡ് ചെയ്യാം, നമുക്ക് റഫായിട്ട് ഏതെങ്കിലും പാടാം. റോ ആയിട്ട് ഏതെങ്കിലും എന്നോട് പാടണം പറഞ്ഞ് റസൂലുള്ള പാടി സെറ്റ് ആക്കണ്ടേ. നമ്മളിന്നലെ ഒരു റസൂലുള്ളാന്റെ ഒരു കോമഡി വെർഷൻ പാടിയിട്ടുണ്ട്. അപ്പം അത് ലോക്ക് എഡിറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു ഉനൈസ് ഇന്നലിനോട് കുറേ ഇതിടാൻ പറഞ്ഞു, സെറ്റാക്കി. ഇന്ന് നോമ്പറുണ്ട്. ആദാടി, കുത്തുപറമ്പ് ആദാടി. എന്താ ഇതിൻ്റെ അമ്മായിൻ്റെ ആണ്ടും പ്ലസ് നോമ്പ് തുറയാണ്. അപ്പം 5 മണിക്ക് സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് പോകണം. അപ്പം നമ്മളിഞ്ഞ് സാമിൻ്റെ സ്റ്റുഡിയോയിൽ പോയേക്കല്ലേ ചെങ്ങന്മാരെ. നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് നമ്മൾ സാമക്ക് തന്നെയാണ് പോണത്. ഒരു റോ ആയിട്ട് ഒരു മദർ സോങ് പാടുന്നുണ്ട്. ചെറിയ പാടുണ്ടെന്ന് ഇല്ല ഇല്ല. അപ്പോ നമ്മൾ പോയി നോക്കാം. ഇനി ഉനൈസ് വരുന്നുണ്ടായിട്ട് ഞങ്ങള് 4 മിനിമീറ്റർ വെച്ച് 4 ഈ പൊട്ടം പൊട്ടി കളിച്ചാൻ അറിയില്ലല്ലോ. പൊട്ടി പൊട്ടി. നമ്മള് സാമോഡിയോ ലാബിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാമക്കൻ്റെ കാറുണ്ട്, അതുപോലെ ഉനൈസിന്റെ വണ്ടികളുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഉനൈസിനെ വിളിച്ചിനോ? ഇന്നലെ നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ളുഹർ നിസ്കരിക്കാൻ കാവനൂരുള്ള പള്ളിക്ക് വന്നു, നിസ്കരിച്ചു. ഇപ്പം ഞാൻ തിരിച്ച് സ്റ്റുഡിയോക്ക് തന്നെ പോവാണ്. അവിടെ ചാവി. ഓക്കെ. അപ്പം ഇനി അവിടെ പോയിട്ട് പാട്ട് പാടണം, പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മളെ ചെക്കന്മാരുണ്ട് അവിടെ. അപ്പം ഞാൻ തന്നെ പോവാം. ഓക്കെ. ഇതാണ് പള്ളി. നമ്മളിവിടെ തിരിച്ച് സ്റ്റുഡിയോക്കാണ് പോകുന്നത്. സ്റ്റുഡിയോൻ്റെ ഇവിടെ ചെറിയൊരു പണി നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ AC ഫിറ്റ് ചെയ്ത് തന്നെ ഇവിടെ സീലിങ്ങിൻ്റെ ചെറിയ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്നുള്ളത് നൈസാണ്. പുതിയൊരു അതിഥി ഉണ്ട്, ആരും ഇതേരെ കണ്ടിട്ടുണ്ടാവില്ല. അശ്വിൻ, എന്താ പാടി? ഷെയറല്ലേ? എൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മളെ
സബ്സ്ക്രൈബേഴ്സിനോട്. എനിക്കറിയില്ല ഞാനോട് പറഞ്ഞു കൊടുക്കി സ്ഥലം പറഞ്ഞു കൊടുക്കി. അജ്മൽ എന്റെ നാടിന്റെ അടുത്താണ്. പറഞ്ഞു സ്ഥലം പറഞ്ഞു കൊടുക്കി. എവിടെ അടുത്ത്? അരീകോട്. അരീകോട് എവിടെയാണ്? കിണറടപ്പ്. ഓക്കെ. അപ്പൊ മുനൈസിന്റെ ഒപ്പം പഠിക്കുകയാണല്ലേ TTCക്ക്. അപ്പൊ ചെക്കന്മാരൊക്കെ മാഷായി വരട്ടെ, എല്ലാ പ്രാർത്ഥനയിലും ഉണ്ടാകും. ഓക്കെ. മനോട് ഞാൻ പറഞ്ഞു എത്തപ്പോ കാട്ടിന് നേരെ നോക്കി പോയി. അപ്പൊ നമ്മളെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് പാട്ട് പാടാണ്ട് കുറച്ച് പരിപാടികളുണ്ട് അല്ലേ ലൂക്ക? ശരി, ഉമ്മക്ക് വണ്ടി ഇട്ടിട്ട് വേണേ പോരാൻ വീട്ടിക്ക്. ഉമ്മാന്റെ വണ്ടി അല്ല ഇങ്ങോട്ട് ഇത് വാങ്ങേ, പൊറാട്ടി ഇതൊക്കെ വാങ്ങേ. കാര്യം പറയടി. വണ്ടി വാങ്ങി. ജി പൈസ അറിഞ്ഞോ? ബർക്കത്ത് കാണിച്ചു കൊടുക്ക. ഇതൊക്കെ നമ്മളെ ആൾക്കാര് കാണട്ടെ. പിന്നെ അശ്വിനെ മിനിമിലിറ്റി ഇൻസ്റ്റാൾ ചെയ്യ് ചെങ്ങേ. ഉണ്ടോ? എന്നാ മതി. ഏതാ എന്റെ ഏതാ നോക്കട്ടെ ഒന്ന്. ഉനൈസ് അപ്പൊ ഇന്നലെ തന്നെ കേറ്റിച്ചിന്. സ്ക്രീൻഷോട്ട് ഇട്ടില്ല ഉനൈസേ? സ്ക്രീൻഷോട്ട് ഇട്ടില്ല നോട്ടെ. രണ്ടാക്ക് വൃത്തിക്ക് വായിക്കാണ്ടായിട്ട്. അപ്പൊ പറ കണ്ടനെ ഓക്കെ. ഇന്നലെ ലൂക്കനോട് പറഞ്ഞേ കുറച്ചെങ്കിലും നേരത്തെ തറാവി. അപ്പൊ തറാവിന് വള്ളി വെക്കൂടെ. അപ്പൊ പറഞ്ഞു ഞാൻ 10 അകത്ത് നിസ്കരിച്ചിട്ടാ പിന്നെ അങ്ങാടിക്ക് ഇറങ്ങില്ല. എന്ത് തള്ളാങ്ങേച്ചി. മരുമാങ്കാട് നിസ്കാരം കഴിഞ്ഞാൽ അങ്ങാടിക്ക് ഇറങ്ങും. അശ്വിനെ ഇതാണ് ഇന്നത്തെ പുതിയ. എനിക്ക് എന്തൊക്കെ കാര്യമായിട്ട് പറയാം. സ്റ്റുഡിയോ എന്താ പാടി? ഇതപ്പൊ അപ്പുറം പോയി നോക്കിയാ. ഇതല്ല, ഇത് ഉനൈസിന്റെ സാമ്രാജ്യാണ്. ഞാൻ അപ്പുറാണല്ലേ, അപ്പുറം പോയി കാണാണ്ട്. ഉനൈസിനോട് പറഞ്ഞു ഞാൻ കാവനൂർ സ്റ്റുഡിയോയിലാണെന്നൊക്കെ. ഉനൈസ് ഒറിജിനൽ, ഉനൈസ് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് പറ. അതല്ല, അപ്പൊ അപ്പുറം പോയി കണ്ടോക്കി. അവിടെയാണ് മെയിൻ റെക്കോർഡിങ് സെക്ഷൻ ഒക്കെ. അവിടെയാണ് ടൈം ഉണ്ട്. പോണേന്റെ മുമ്പ് കണ്ടാ മതി. അല്ലടാ ഇവിടെ സ്ക്രൂ ഇല്ലേ? അല്ല ഉനൈസേ ഇവിടെ സ്ക്രൂ ഇല്ലേ? ചോദിച്ചതാ. നമ്മളെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മള് മിനിമിലിറ്റി കളിക്കാൻ നിൽക്കാണ്. അജ്മലിനെ എന്നും തോൽക്കണം. അജ്മൽ ഒന്നുകൂടി തോൽക്കാൻ വേണ്ടി നിൽക്കാണ് അല്ലേ? തോറ്റവനെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. കളി നമുക്ക് കാണാം. ഓക്കെ. നഷ്ഫീൽഡ് എനിക്ക് 3-ാം സ്ഥാനം എന്തായാലും കിട്ടും. അങ്ങനത്തെ അറിയാം. അശ്വിനെ ഇതിനു മുമ്പ് കളിച്ചിനോ? അതൊന്നും പറയണ്ട. പണ്ട് ഈ ഗെയിം കളിച്ചാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവും. ഇല്ല, ഞാൻ പണ്ട് മുതൽ അങ്ങനെ കളിച്ചില്ല. അങ്ങനത്തെ അറിയല്ലേ? പറയല്ല എന്തേലും ഡയലോഗ്. അപ്പൊ നമ്മള് മിനിമിൽസ് കളിച്ചു എല്ലാ കളിക്കും ഞാൻ തന്നെ തോറ്റിട്ടുണ്ട്, സമ്മതിക്കാണ്. അപ്പം എല്ലാ കളിയും ജയിച്ച ലൂക്കൊക്കെ 1000 അഭിനന്ദനങ്ങൾ. ഓക്കെ. അശ്വിനെ എല്ലാ കളിയും തോറ്റ്. ഇന്ത്യനായിട്ട് അടിയിലാണ് അവന്. ഞാൻ 3-4. അപ്പൊ നമ്മ പാട്ടടി വെക്കല്ലേ ലൂക്ക അല്ലേ? കുറച്ച് പാട്ട് ഞാനൊരു പാട്ട് കണ്ടുവച്ചിട്ടുണ്ട്, ഒരു മതഗാനം. അത് പാടി നോക്കണമെന്നുണ്ട്. നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവരും മസ്റ്റായിട്ട് കാണാം. അപ്പോൾ നമ്മളിന്ന് പാട്ട് പാടാനും അതുപോലെ ചെക്കന്മാരൊക്കെ ഒന്ന് കാണാൻ വന്നായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ മസ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരോടും ബൈ ബൈ.